ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു കിഡിലൻ സ്പോട്ടിലാണ്. ഒരുപാട് പ്രാവശ്യം ഇതിലൂടെ പാസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്നാണ് ഇവിടെ കയറാൻ ഒരു ചാൻസ് കിട്ടിയത്. ഈ ബിൽഡിങ്ങിന്റെ മുമ്പിൽ എവിടെ വേണമെങ്കിലും കാർ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പോ ഇതാണ് മീൻചട്ടി സീ ഫുഡ് റെസ്റ്റോറന്റ്. കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ ആലുവയിലുള്ള സെമിനാരിപ്പടി എന്ന സ്ഥലത്ത് റോഡ് സൈഡിൽ തന്നെയാണ്. അതും ലഞ്ച് മാത്രമാണ് ഇവിടെ സെർവ് ചെയ്യുന്നത് 12 മണി തൊട്ട് 4 മണി വരെ. പിന്നെ ഇവരുടെ റെസ്റ്റോറന്റ് വരുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ്. അപ്പൊ സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടില്ലാത്തവർക്ക് ഇവിടെ വന്ന് ഡൈൻ ചെയ്യാവുന്നതാണ്. ആഹാ, നല്ല വിശാലമായ ഡൈനിങ് സ്പേസ് ആണ്, അതും നല്ല കളർഫുൾ ഡൈനിങ് സ്പേസ്. അപ്പൊ ഈ കാണുന്നതാണ് ഇവരുടെ ഒരു സിമ്പിൾ റിസപ്ഷൻ ഡെസ്ക്. ഇതിന്റെ തൊട്ടടുത്ത് തന്നെ ഇവരുടെ ടുഡേ സ്പെഷ്യൽ ബോർഡ് കാണാം. ഒരുപാട് വെറൈറ്റിയിലുള്ള സീ ഫുഡിന്റെ ഒരു ലോങ് ലിസ്റ്റ് തന്നെയുണ്ട്. അതിൽ മിക്കതും അഫോർഡബിൾ റേറ്റ്സ് ആണ്. പിന്നെ ചില മീനുകൾ ആസ് പെർ സൈസ് ആണ് റേറ്റ് ഇട്ടിരിക്കുന്നത്. അപ്പോ ഈ കാണുന്ന ഒരു വിശാലമായ ഒരു സ്പേസ് തന്നെയാണ് ഇവരുടെ മെയിൻ ഡൈനിങ് സ്പേസ് ആയിട്ട് വരുന്നത്. വന്ന പാടെ ആദ്യം കിട്ടിയത് നല്ല മധുരമുള്ള ലഡു ആണ്. അതായത് ഇവിടുത്തെ ഒരു സ്റ്റാഫിന്റെ മകളുടെ വിവാഹത്തിന്റെ സന്തോഷം പങ്കിടുന്ന വേളയായിരുന്നു. ഇദ്ദേഹമാണ് മിസ്റ്റർ ഫാറൂഖ്, അതായത് ഈ ബ്രാഞ്ചിന്റെ ഓണറായ മിസ്റ്റർ ആസാദിന്റെ ബ്രദറാണ്. ഇവരാദ്യം വെറും 5ഓ 6ഓ ടേബിളിൽ തുടങ്ങിയതാണ് കളമശ്ശേരിയിൽ. അവിടെ നിന്നും പിന്നെ ഈ നിലയിലേക്ക് എത്തിയത് ശരിക്കും ഇവരുടെ ഹാർഡ് വർക്കും ഡെഡിക്കേഷനും ഡിറ്റർമിനേഷനും അതേപോലെ കസ്റ്റമേഴ്സിന്റെ പ്രീതിയും സമ്പാദിച്ചുകൊണ്ട് തന്നെയാണെന്ന് നമുക്ക് കണ്ടാൽ തന്നെ പറയാം. ഇത് ഞാൻ പറയുന്ന ഭംഗിവാക്കല്ല, കുറച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നേരിട്ട് കാണാം ഇവിടെ കൂടുന്ന തിരക്ക്. അപ്പോ ഇവിടുത്തെ വേറൊരു അട്രാക്ഷൻ ഇവരുടെ ഈ സീലിംഗ് വർക്കാണ്. അത് ശരിക്കും നല്ലൊരു അട്രാക്റ്റീവ് രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ സോളാർ സിസ്റ്റം ആണ് ഇതിൽ ശരിക്കും പെയിന്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ വെയിറ്റ് ചെയ്യുന്നവർക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട്, ബേബീസിനുള്ള തൊട്ടിലുണ്ട്. പിന്നെ ഈ കാണുന്നതാണ് ഇവരുടെ വാഷ്റൂം. ഇത് കൂടാതെ ഇവർക്കൊരു പ്രയർ റൂമും ഉണ്ട്. ഇനി നമുക്ക് ഇവരുടെ കിച്ചണിലോട്ടൊന്ന് കടക്കാം. ആഹാ, കിച്ചണിൽ എവിടെ നോക്കിയാലും പല സൈസിലുള്ള മീനുകളാണ്. അതും അരപ്പ് തേച്ച മീനുണ്ട്, തേക്കാത്ത മീനുണ്ട്, പൊരിച്ച മീനുണ്ട്, ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള മീനുണ്ട്, കറി വെക്കാനുള്ള മീനുണ്ട്, പപ്പടം പൊരിക്കുന്നുണ്ട്, അതേപോലെ ചാള പൊരിക്കുന്നുണ്ട്. അപ്പൊ നമുക്കായിട്ട് 2 സ്പെഷ്യൽ മീൻ പൊരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ 2 ചെയ്യുന്നത്. നമുക്ക് അതിന്റെ മേക്കിംഗ് വീഡിയോ ഒന്ന് കാണാം. അപ്പൊ ഇത് ഇലയിൽ പൊള്ളിച്ച ഒരു സംഭവമാണ്. ആദ്യം തന്നെ ആ മസാല ഒക്കെ പുരട്ടി നേരെ കരിമീൻ കൊണ്ട് അതിലേക്ക് വെച്ചിട്ടുണ്ട്. നല്ല വലിയ സൈസ് കരിമീനാണ്. അപ്പൊ അതിന്റെ മുകളിൽ വീണ്ടും ആ മസാലയൊക്കെ നന്നായി തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. അപ്പോ ഒരു പെർഫെക്റ്റ് കരിമീൻ പൊള്ളിച്ചതിന്റെ ആ ഒരു മസാല പുരട്ടി സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് നേരെ ഇലയിൽ വെച്ച് മടക്കി, ആ മടക്കുമ്പോൾ തന്നെ ഒരു സ്പെഷ്യൽ അരോമ വരുന്നുണ്ടായിരുന്നു. പിന്നെ ഈ പൊതി ചെറിയ നാരൊക്കെ കൊണ്ട് നന്നായി മുറുക്കി കെട്ടി നേരെ ചട്ടിയിലേക്ക് വെക്കുകയാണ്. അപ്പൊ എണ്ണയിലേക്ക് ഇടുമ്പോൾ തന്നെ ആ നന്നായി പൊള്ളിക്കുന്ന ആ ഒരു ശബ്ദം നമ്മൾക്ക് കേൾക്കാം. അത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ടെംപ്റ്റിംഗ് ഫീലിംഗ് ആണ്, നല്ലൊരു അരോമയും വരുന്നുണ്ട്. അപ്പൊ ഈ കാണുന്നത് ഊണിന്റെ കൂടെ കോമൺ ആയി കൊടുക്കുന്ന കൂട്ടുകറികളും സാമ്പാറും മീൻകറിയൊക്കെയാണ്. അപ്പൊ ഇതാണ് ഇന്നിവിടെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ തരം സീ ഫുഡ് ഐറ്റംസ്. ഒരുവിധം എല്ലാ മീനുകളും കാണാം. അതായത് തിമിംഗലം, ഡോൾഫിനും ഒഴിച്ച് ഒരുവിധം എല്ലാ ഐറ്റംസും ഉണ്ട്. ഇത് കാണുമ്പോൾ തന്നെ എല്ലാം വാങ്ങിക്കണമെന്ന് തോന്നും. അപ്പൊ ഈ ഒരു ട്രോളി ഇവരെല്ലാ കസ്റ്റമേഴ്സിന്റെ അടുത്തും ഉരുട്ടിക്കൊണ്ടുവന്ന് നമുക്ക് ഇഷ്ടമുള്ള മീന് അതെങ്ങനെ വേണമെങ്കിലും ഇവര് അത് പാകപ്പെടുത്തി നമ്മുടെ ടേബിളിലേക്ക് എത്തിക്കുന്നതാണ്. അതിപ്പോ നമുക്ക് പൊരിച്ചത് വേണോ അങ്ങനെ, അല്ലെങ്കിൽ പൊള്ളിച്ചത് വേണോ അങ്ങനെ. ഇതിൽ കാണുന്നത് ചിലതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. കരിമീനുണ്ട്, ഹമൂറുണ്ട്, മോതയുണ്ട്, ചാളയുണ്ട്, നെയ്മീനുണ്ട്, കേരയുണ്ട്, ചെമ്പല്ലിയുണ്ട്. പിന്നെ ചെറിയ പ്ലേറ്റിൽ കിട്ടുന്ന ഒരുപാട് നല്ല ഐറ്റംസ് ഉണ്ട്. ചട്ടിയിൽ കിട്ടുന്ന തലക്കറിയുണ്ട്, പിന്നെ മുളകിട്ട കറിയുണ്ട്, പിന്നെ ഇവരുടെ സ്പെഷ്യൽ തേങ്ങാപ്പാലിലുണ്ടാക്കിയ കറിയുണ്ട്. കറികളല്ലാത്ത മീനുകളൊക്കെ ഹാഫ് കുക്ക്ഡ് ആയിട്ടാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നമുക്ക് ഏതാണ് ഇഷ്ടം ഉള്ളതെന്ന് വെച്ചാൽ അത് അവർ കിച്ചണിൽ കൊണ്ടുപോയി ഫുൾ കുക്ക്ഡായി നമ്മുടെ ടേബിളിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഇലയിട്ട് ഊണ് കഴിച്ചു തുടങ്ങാം. ഇലയിട്ടതിന് ശേഷം ഇവരുടെ കൂട്ടുകറികൾ ഓരോന്നായി വന്നു തുടങ്ങി. അപ്പോ ഈ ഒരു റേറ്റ് ആണ്
ഇങ്ങനെയാണ് ഇവരുടെ മീൽസിന് വരുന്നത്. ആദ്യം ഒരു ചമ്മന്തിയാണ്, പിന്നെ ഒരു അച്ചാറ് ഇട്ടിട്ടുണ്ട്, പിന്നെ ഒരു തോരൻ ഇട്ടിട്ടുണ്ട്, പിന്നെ ഒരു പൈനാപ്പിൾ കറിയാണ്, പിന്നെ ചോറിന്റെ കൂടെ പപ്പടം ഉണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞ മീനിന്റെ ഐറ്റംസ് ഒക്കെ ഓരോന്നായി എത്തി തുടങ്ങി. ആദ്യം കിട്ടിയത് ഈ 2 സ്പെഷ്യൽ കറികളാണ്. ഒരെണ്ണം ഒരു പാൽക്കറിയാണ്, പിന്നെ ഒരു മുളകിട്ട കറിയുണ്ട്. പിന്നെ വന്നതാണ് ഈ ചെറിയ പ്ലേറ്റിലുള്ള കിഡിലൻ ഐറ്റംസ്. ഇത് ഒരുവിധം എല്ലാം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, കാരണം കാണുമ്പോൾ വളരെ ടെംപ്റ്റിംഗ് ആയി ഫീൽ ചെയ്തു. ചെമ്മീനുണ്ട്, കൂന്തളുണ്ട്, അതേപോലെ കക്ക ഉണ്ട്, പിന്നെ വേറെ എന്തൊക്കെയോ ഉണ്ട്. അപ്പൊ നമുക്കിത് എന്തൊക്കെയാണെന്ന് വഴിയെ കാണാം. പിന്നെ ഇതിന്റെ കൂടെ കോമൺ ആയി സാമ്പാറും കൊടുക്കുന്നുണ്ട്, മീൻകറിയും കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഇവര് സ്പെഷ്യലായി സജസ്റ്റ് ചെയ്ത 2 ഫ്രൈഡ് ഐറ്റംസ് ആണ്. കാണുന്നത് നമ്മൾ നേരത്തെ കണ്ട് നമ്മുടെ കരിമീൻ പൊള്ളിച്ചതാണ്. അപ്പൊ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്കിനി കഴിച്ചു തുടങ്ങാം. ആദ്യം തന്നെ ലേശം സാമ്പാർ ഒഴിച്ച് തുടങ്ങാം. അതിനുശേഷം ഇവരുടെ സ്പെഷ്യൽ പാൽക്കറി ഈ ഒരു റേറ്റ് ആണ് വരുന്നത്. അതിൽ നിന്നും കുറച്ച് കറിയും അതേപോലെ കഷ്ണം കുറച്ചെടുത്ത് കഴിച്ചു നോക്കാം. നല്ല വലിയ കഷ്ണമാണ് ഇതിൽ കാണുന്നത്. കാണുമ്പോൾ ശരിക്കും ഒരു നെയ്മീന്റെ ഒരു പീസ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് എന്താണെന്ന് നമുക്ക് കഴിച്ചു നോക്കിയാൽ തന്നെ അറിയുള്ളൂ. നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള ഒരു കിഡിലൻ കറിയാണ്. ഇത് ഇവരുടെ സിഗ്നേച്ചർ ഡിഷ് ആണെന്നാണ് ഇവർ പറഞ്ഞത്. അപ്പൊ നമുക്ക് ഒരു ചെറിയ കഷ്ണം മീനെടുത്ത് അതിന്റെ കൂടെ ലേശം കറിയും എടുത്ത്, മീനൊക്കെ നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഷി പീസ് പോലെയാണ് ഫീൽ ചെയ്തത്. ഫ്രഷ് കഴമ്പുള്ള മീന്. അപ്പൊ നമുക്ക് കുറച്ച് പപ്പടവും കൂട്ടി, ഇതേപോലെ ഇവരുടെ ചമ്മന്തിയും അതേപോലെ അച്ചാറും ലേശം കൂട്ടുകറിയും പിന്നെ ഇവരുടെ പൈനാപ്പിൾ കറിയും കൂടി എല്ലാം കൂട്ടിക്കുഴച്ച് ഒരു പിടിപിടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ആഹാ, നല്ല കിഡിലൻ കറി. ശരിക്കും കാളാഞ്ചി മീനാണ് ഇതിൽ വരുന്നത്. അതും ആ പൈനാപ്പിൾ കറിയും എല്ലാം കൂടി കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇനി നമുക്ക് ഇവരുടെ സ്പെഷ്യൽ മുളകിട്ട കറി ഒന്ന് നോക്കാം. ഈ റേറ്റ് ആണ് വരുന്നത്. മീനൊക്കെ ശരിക്കും അടുക്കി വെച്ച പോലെയാണ് ഫീൽ ചെയ്തത്. വളരെ നല്ലൊരു ടെക്സ്ചർ പോലെ തോന്നി. അപ്പൊ നമുക്ക് ഈ മീനും കൂടി ഈ കറി എല്ലാം കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. കൊള്ളാം, നല്ല നാടൻ സ്റ്റൈലിലുള്ള മുളകിട്ട കറിയാണ്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് കേരയാണ്, അതായത് ടൂണ ഫിഷ് ആണ്. ഇനി നമുക്ക് ചെറിയ പ്ലേറ്റ്സിലുള്ള ഓരോന്നായി ട്രൈ ചെയ്യാം. അപ്പൊ ഒരു കൊഴുവ ഫ്രൈക്ക് വരുന്ന റേറ്റ് ആണ് ഈ കാണുന്നത്. നമുക്ക് അതും കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം. നല്ല ക്രിസ്പി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ആഹാ, നല്ല കിഡിലൻ കൊഴുവ ഫ്രൈ. ഇനി നമുക്ക് ഇവരുടെ കക്ക റോസ്റ്റ് ഒന്ന് നോക്കാം. അതിന് ഈ റേറ്റ് ആണ് വരുന്നത്. പലർക്കും ഇഷ്ടമുള്ളൊരു സംഗതിയാണ് കക്കയിറച്ചി. അപ്പൊ അതിന്റെ ഒരു നല്ലൊരു കിഡിലൻ റോസ്റ്റ് ഫോം ആണെന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് ഇതും കുഴച്ച് ഒരു പിടിപിടിച്ച് നോക്കാം. ആഹാ, നല്ല കിഡിലൻ കക്ക റോസ്റ്റ്. കക്കയിറച്ചി ഇഷ്ടമുള്ളവർക്ക് ഒരു മസ്റ്റ് ഐറ്റം തന്നെയാണ്. ഇവിടത്തെ ഉണക്കമീൻ പൊടിക്ക് ഈ റേറ്റ് ആണ് വരുന്നത്. ഉണക്കമീൻ ഇഷ്ടമുള്ളവർക്ക് ഇത് എന്തായാലും ഇഷ്ടപ്പെടും. കുറച്ച് ഉപ്പ് പ്രതീക്ഷിക്കാം. അപ്പൊ അതിന്റെ ക്രിസ്പി പൊടിയാണ്. അപ്പൊ നമുക്ക് ഇതും കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. കൊള്ളാം, ഉണക്കമീൻ കൂട്ടി പരിചയിച്ചവർക്ക് ഇത് എന്തായാലും ഇഷ്ടപ്പെടും. ഇതുകൂടാതെ ഇവർക്ക് പച്ചമീൻ പൊടിയും അവൈലബിൾ ആണ്. ചോറിന് ലേശം നനവ് കിട്ടാൻ കുറച്ചും കൂടി പാൽക്കറി എടുത്തൊന്ന് ഒഴിക്കാം. അടുത്ത ഐറ്റം എനിക്ക് വളരെ ഇഷ്ടമുള്ള ഐറ്റമാണ്. ഇത് ഇവരുടെ ഡ്രൈഡ് പ്രോൺസ് ആണ്. ഈ റേറ്റ് ആണ് വരുന്നത്. ഇതിപ്പോ പല സൂപ്പർ മാർക്കറ്റിലും പാക്കറ്റിൽ കിട്ടുന്ന സംഭവമാണ്. പക്ഷെ ഇവിടത്തെ കുറച്ച് ഫ്രഷ് ആണെന്ന് തോന്നുന്നു. ആഹാ, നല്ല കിഡിലൻ ടേസ്റ്റ്, ഒരു രക്ഷയില്ല. പ്രോൺ ലവേഴ്സിന് എന്തായാലും ഇഷ്ടപ്പെടും. അടുത്തത് സാധാ മീൻ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സീ ഫുഡ് ആണ്. ഇതാണ് ഇവരുടെ സ്ക്വിഡ് റോസ്റ്റ് അല്ലെങ്കിൽ കൂന്തൽ റോസ്റ്റ്. ഈ റേറ്റ് ആണ് വരുന്നത്. ശരിക്കും ഈ മസാലകളിൽ നിന്നൊക്കെ ഒരു നല്ലൊരു വട്ട് പിടിപ്പിക്കുന്ന ഒരു അരോമ കിട്ടുന്നുണ്ട്. ആഹാ, നല്ല പെർഫെക്റ്റ് കൂന്തൽ റോസ്റ്റ് ആണ്. കിഡിലൻ ഐറ്റം. ഇനി നമുക്ക് ഇവരുടെ പ്രോൺസ് എടുത്തു നോക്കാം. ഇതിന് ഈ റേറ്റ് ആണ് വരുന്നത്. ഇത് ഇവരുടെ ഫ്രൈഡ് പ്രോൺസ് എന്നാണ് പറഞ്ഞത്. എനിക്കൊരു ഡ്രൈ റോസ്റ്റ് ഫോമിലാണ് ഫീൽ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇതും കുഴച്ച് ഒന്ന് കഴിച്ചു നോക്കാം. കിഡിലൻ, നല്ല ഫ്രഷ് ചെമ്മീൻ ഐറ്റമാണ്. അടുത്തത് ഇവരുടെ ക്രാബ് മീറ്റ് ആണ്. ഈ റേറ്റ് ആണ് വരുന്നത്. എവിടുന്നും കഴിക്കാത്തൊരു സംഗതിയാണ്. ക്രാബ് വളരെ ബുദ്ധിമുട്ടിയാണ് അത് പൊട്ടിച്ച് അതിൽ നിന്നും ഇറച്ചി കിട്ടുന്നത്. ഇവിടെ ആ പണി അവർ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കൊള്ളാം, ശരിക്കും അത് പൊളിച്ചു വെച്ച കാരണം നല്ല ടേസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അടുത്തത് ഇവരുടെ മീൻ പീരയാണ് അല്ലെങ്കിൽ മീൻ തോരൻ. ഈ റേറ്റ് ആണ് വരുന്നത്. ഇതിപ്പോ എല്ലാ വീടുകളിലും പലരും ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്. അപ്പൊ നമുക്ക് ഇതും ആ ചോറും കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം. ഇത് പലരും പല മീനാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ എന്താണെന്ന് അറിയില്ല. ഇതിൽ പുളി കാണുന്നുണ്ട്. അപ്പൊ അതൊക്കെ എടുത്ത് മാറ്റി നമുക്ക് ആ പീര മാത്രം കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. കൊള്ളാം, നല്ല പെർഫെക്റ്റ് പീരയാണ്. ശരിക്കും
ഇതിൽ എന്ത് മീനാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നൊരു ഐഡിയ ഇല്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. അടുത്തത് ഇവരുടെ സ്പെഷ്യൽ ഏരി ഫ്രൈ ആണ്. അതിന് ഈ റേറ്റ് ആണ് വരുന്നത്. അത്യാവശ്യത്തിന് നല്ല വലിയ മീനാണ്, നല്ല കഴമ്പുള്ള മീനായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ നിന്നൊരു ചെറിയ കഷ്ണം എടുത്ത് ചോറും കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. കൊള്ളാം, നല്ല കിഡിലൻ ഫിഷ് ഫ്രൈ ആണ്. അതായത് നല്ല ഫ്രഷ് ഫിഷ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അടുത്തത് ഇവരുടെ കരിമീൻ പൊള്ളിച്ചതാണ്. അത് നല്ല വലിയ സൈസാണ്, അതുകൊണ്ടാണ് ഈ റേറ്റ് വരുന്നത്. ആ ഇല അങ്ങോട്ട് തുറന്നപ്പോ മൂക്കിലേക്ക് നല്ല കിഡിലൻ അരോമയാണ് അടിച്ചു കയറിയത്. നല്ല മസാല. അപ്പൊ ആസ് പെർ സൈസാണ് ഈ റേറ്റ് വരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ സൈസുള്ള മീൻ എടുക്കാം, അപ്പൊ ആ റേറ്റ് വരുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഇതിൽ നിന്നും ഒരു കഷ്ണം പൊട്ടിച്ചൊന്ന് കഴിച്ചു നോക്കാം. നല്ല കിടിലൻ കരിമീൻ പൊള്ളിച്ചതാണ്, ഒരു രക്ഷയുമില്ല. അപ്പൊ നമുക്ക് ഇതും കൂട്ടി ആ ചോറൊക്കെ കുഴച്ചൊന്ന് കഴിച്ചു നോക്കാം. പൊളി സംഭവം മോനെ, ഇത്രയ്ക്കും നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഊണിപ്പ് അടുത്തൊന്നും കഴിച്ചിട്ടില്ല. അതായത് ഇവരുടെ ചെറിയ ഐറ്റംസ് മാത്രം കൂട്ടി തന്നെ നന്നായി ഫുഡ് ആസ്വദിക്കാം. അതെല്ലാം വളരെ അഫോർഡബിൾ റേറ്റ്സിൽ കിട്ടും എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശ്വാസം. പിന്നെ വലിയ മീൻ വേണ്ടവർക്ക് അതും പറയാം. നല്ല തിരക്കുണ്ട്, ഇനിയും കഴിക്കണമെന്ന് തോന്നി. പക്ഷെ ഇവിടെ വെയിറ്റ് ചെയ്യുന്നവരെ മുഷിപ്പിക്കണ്ടെന്ന് വിചാരിച്ച് എണീറ്റു. അപ്പോ ഇന്നത്തെ ഈ കിഡിലൻ ഫുഡിന്റെ ഫുൾ ക്രെഡിറ്റും പോകുന്നത് ഇവിടത്തെ ഓണറായ ആസാദ് ഭായിയുടെ വൈഫിനാണ്. അവരാണ് ഇവിടുത്തെ മെയിൻ ഷെഫ്. അപ്പൊ അവരെ കിച്ചണിൽ സഹായിക്കാനും അതേപോലെ ഫുഡ് വിളമ്പാനും കൂടുതലും സ്ത്രീകൾ തന്നെയാണ്. പോകുന്നതിന് മുമ്പ് ഇവിടുത്തെ ഓണറായ ആസാദ് ഭായിനെ കണ്ടുമുട്ടി. ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, പക്ഷേ ശരിക്കൊരു ബ്രദർലി അഫെക്ഷനോടുകൂടി ഞങ്ങളെ സൽക്കരിച്ച് കെട്ടിപ്പിടിച്ചാണ് എന്നെ യാത്രയാക്കിയത്. ഭക്ഷണം വിളമ്പി വയറും മനസ്സും നിറയ്ക്കുന്ന അപൂർവ സ്ഥലങ്ങളിൽ ഒന്നാണെന്ന് ധൈര്യമായിട്ട് പറയാം. അപ്പൊ ഇവിടുത്തെ ടൈമിംഗ് നിങ്ങൾ മറക്കണ്ട. തിങ്കൾ മുതൽ ശനി വരെ 12 മണി തൊട്ട് 4 മണി വരെയാണ് സമയം. സൺഡേ ഹോളിഡേ ആണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇവിടെ വന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി, ബൈ.